ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ മച്ചമല നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മളിതാ നേരെ മണിയൂരേക്ക് പിടിക്കുന്ന കേട്ടോ. മണിയൂർ പോയിട്ട് എന്താ പരിപാടി എന്ന് വെച്ചാൽ അവിടെ ഒരു ഫാമിലി കിട്ട പ്രാങ്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ പ്രാങ്ക് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് വെച്ചാൽ ഷമീറിന്റെ സുഹൃത്തുക്കളാണ്. അപ്പോൾ കൊടുക്കുന്ന വെച്ചാൽ ഷമീറിന്റെ വൈഫിന് വേണ്ടിയാണ്. അപ്പോൾ ഇന്ന് അവരുടെ വെഡിങ് ആനിവേഴ്സറി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ചെറിയ പരിപാടിയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നേരെ അവിടെ പോയിട്ട് കാണാം. അവിടെ എങ്ങനെ സെറ്റ് ആവും കാര്യങ്ങളൊന്നും അറിയില്ല. എന്നാൽ നമുക്ക് ജസ്റ്റ് പോയി നമ്മളെ പരിപാടി ആരംഭിക്കാം കേട്ടോ. ഇത് സമീറിന്റെ വീടല്ലേ? അത് ബാങ്കിൽ നിന്നായിരുന്നു. അത് ഞങ്ങക്ക് ബാങ്കിന്റെ ആവശ്യമായിട്ടുള്ള വീഡിയോ എടുക്കണം. ഇങ്ങനെ വീട്ടിൽ വന്നെന്നുള്ള തെളിവിന് വേണ്ടിട്ട് ഒരു പൈസ എടുത്തിട്ട് അടവ് മുടങ്ങിയിട്ടുണ്ടല്ലോ സമീറിന്റെ. എടുത്തതിന് 1 ലക്ഷം രൂപ എടുത്തത്, പക്ഷെ ഇതൊരു അടവ് വന്നിട്ടില്ല. അതിപ്പോ ഞങ്ങൾ ഇവിടെ ഇല്ല. ഒന്ന് വിളിച്ചോ. ഇപ്പൊ എന്നാ ചെയ്യുക? ഞങ്ങൾക്കിപ്പോ അടയ്ക്കണം 1 ലക്ഷം രൂപ. ഒരു അടവ് ഇതുവരെ എത്തിയിട്ടില്ല. അതിപ്പോ എനിക്കെന്നാ ചെയ്യാൻ പറ്റുക? ഞാൻ അറിയില്ലല്ലോ. 50,000 പെട്ടെന്ന് അടക്കണം എന്ന് പറഞ്ഞാല് നാളെ തന്നെ എന്തായാലും നിർബന്ധമായിട്ട് നാളെ തന്നെ അടക്കണം. എന്നെ കൊണ്ട് നടക്കും. അങ്ങനെ പറഞ്ഞാൽ ഞങ്ങളുടെ ജോലി പോവും. നിങ്ങളെ ഹസ്ബൻഡിനെ ഒന്നുകൂടി വിളിച്ചു. ഇത്രയും വലിയ എമൗണ്ട് ആയോണ്ടാ? ചെറിയ എമൗണ്ട് ഒക്കെ ആണെങ്കിൽ എങ്ങനെയെങ്കിലും വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഇല്ല, ഞാള് ഇപ്പൊ ഇവിടെ വരാൻ കാരണം വിളിച്ചിട്ട് ഇപ്പൊ ഒരാഴ്ചയായി വിളിക്കുന്നത്. എടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. എപ്പോഴും വിളിക്കുമ്പോ അടുത്ത മാസം ക്ലിയർ ചെയ്യാന്ന് പറയും. ഇങ്ങനെ നീട്ടിക്കൊണ്ടു എടുത്തിട്ട് പിന്നെ ഇങ്ങനെ പറയുമ്പോ അത് നിങ്ങൾക്കും പ്രശ്നം തന്നെ അല്ലേ? എന്താ ചെയ്യപ്പോ? നാളെ തന്നെ എങ്ങനെയും കൊണ്ടുവന്ന് അടയ്ക്കോ പൈസ? അതാ ഹസ്ബൻഡിനോട് ഇന്ന് വന്നാ പറയണം നാളെ തന്നെ നിർബന്ധമായിട്ട് ഒന്ന് ബാങ്കിൽ വരാൻ വേണ്ടി. ഞാൻ പറഞ്ഞു നോക്കാം. വിളിച്ചാലൊന്ന് ഫോൺ എടുക്കാൻ പറയണം. ഫോൺ എടുക്കുന്നില്ല. നമ്മുടെ ക്ഷമയം മറികടന്ന ഇവിടെ എത്തി. നമ്മളെ ആവശ്യം കഴിഞ്ഞ പിന്നെ ഫോൺ എടുക്കുന്നില്ലല്ലോ. ശരിയാ, ഞാൻ പറയാം. പിന്നെ ഇന്നെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? എന്തായിരുന്നു? വെഡിങ് ആനിവേഴ്സറി. എത്രാമത്തെയാ? 11. ഹാപ്പി ആനിവേഴ്സറി. അത് ഉപ്പാന്റെ വക. ഇത് ഉപ്പാന്റെ വകയാണേ. വല്ലാത്തൊരു സർപ്രൈസ്. ടെൻഷനായി പോയാ? ഒരുപാട് ടെൻഷനായി. പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു സർപ്രൈസ്. നല്ല ഇഷ്ടപ്പെട്ടില്ലേ? ഒരുപാട് ഇഷ്ടപ്പെട്ടു. മറക്കൂലല്ലോ ഈ വെഡിങ് ആനിവേഴ്സറി 11ാമത്തെ. ഭർത്താവിനോട് എന്തെങ്കിലും പറയാനുണ്ട് ഇപ്പൊ? ഒരുപാട് ഇഷ്ടം തോന്നുന്നു.